ഇനി ഒന്ന് പോയതിൻ്റെ തല ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചോസ് കുറുമ്പി. രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങളൊന്ന് എന്താ പറയുക, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നപ്പോൾ കിച്ചുമോളും അതുപോലെ ഫോണിൻ്റെ ബെല്ലടി കേട്ടിട്ടാണ് എണീറ്റത്. അപ്പോൾ അവളെ ഏട്ടന്മാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതായത് അവളെ വലിയച്ഛൻ്റെ മക്കൾ. പിന്നെ അത് കഴിഞ്ഞ് അവൾ ആകെ സംസാരിച്ച് കഴിഞ്ഞ് പുറത്തൊന്നിരിക്കാൻ കേട്ടോ, പല്ലൊന്നും തേച്ചിട്ടില്ല അവൾ. അപ്പോഴാണ് അവളെ വല്യമ്മ വിളിച്ചത്. വല്യമ്മ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ വല്യമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും വന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ. വല്യമ്മ പറയണത് മനസ്സിലായല്ലോ, എൻ്റെ മൂത്തച്ചി, അവരുടെ വല്യമ്മ. അപ്പോൾ അവർ ഒട്ടുമിക്ക ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ വിളിക്കും, മക്കളോട് സംസാരിക്കും. എല്ലാവരും, ഏട്ടനാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരും സംസാരിക്കും. മക്കൾ പിന്നെ ഡെയിലി വിളിക്കുമെന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. അവർ വീഡിയോ കോളായിട്ടോ അല്ലെങ്കിൽ കോളായിട്ടൊക്കെ ചെയ്ത് അവരോട് സംസാരിക്കലുണ്ട്. എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നടത്തി തരികയും ചെയ്യും കേട്ടോ. മക്കളോട് വലിയ കാര്യമൊക്കെയാണ്. പിന്നെ മക്കൾക്കാണ് അങ്ങോട്ട് വിളിക്കാൻ സമയമില്ലാത്തത്. കാരണം രാവിലെ സ്കൂളിൽ പോകണു, വൈകുന്നേരം വരുന്നു, പഠിക്കാതിരിക്കണു, അങ്ങനെ പഠിത്തം നടക്കണില്ലെങ്കിലും അവർക്ക് ആരും വിളിക്കാനും ഒന്നിനും സമയമൊന്നുമില്ല. അപ്പോൾ വല്യമ്മ ഇങ്ങോട്ട് വിളിച്ചതാണ് രാവിലെ തന്നെ. ഇപ്പോൾ ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മക്കൾക്ക് ക്ലാസ്സൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് വല്യമ്മ ഇങ്ങോട്ട് വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചുമോളോട് പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചിരിക്കുക, കാരണം സൺഡേ ആയതുകൊണ്ട് തന്നെ ഡാൻസ് ക്ലാസ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു ഹൗസ് വാമിങ്ങും ഉണ്ട് കേട്ടോ, വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഇതിന് രണ്ടിനും പോവുകയും വേണം. ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് വേണം നമുക്ക് ഹൗസ് വാമിന് പോവാൻ. പിന്നെ തത്തൂസ് പിന്നെ ഇതിനൊന്നും പോരാത്തതുകൊണ്ട് അവൾക്കുള്ള ഫുഡ് ഉച്ചക്കത്തേക്ക് അവൾക്ക് ഫുഡ് ഉണ്ടാക്കി വെക്കണമല്ലോ. അപ്പോൾ കുറച്ച് നേരം സംസാരിച്ച് ഞാൻ അങ്ങോട്ട് പോന്നു കേട്ടോ. കിച്ചുമോളെ വല്യമ്മയായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങോട്ട് പോന്നു കേട്ടോ. ചായയും കടി ഉണ്ടാക്കിയിട്ടില്ല. ചിക്കൻ പൊരിക്കണോ ദോശയ്ക്ക്? അത് പഞ്ചസാര ഇട്ട് ആ ദോശ മതി. എന്താ പറ? ചിക്കൻ പൊരിക്കണം. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ കുറച്ചധികം ദോശമാവ് ഉണ്ടാക്കി വെച്ചിരുന്നു. അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ഇപ്പോൾ ഉണ്ടാക്കാം. 2 ദിവസത്തേക്കെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവർക്ക് വൈകുന്നേരത്ത് വിശക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു പറച്ചിലാണ്, ചോറൊന്നും വേണ്ടമ്മ വിശക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ദോശമാവ് അങ്ങനെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ ദോശ അങ്ങനെ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. പിന്നെ അപ്പോൾ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കറി ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് സാമ്പാർ അങ്ങനെയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. കുറച്ച് ചിക്കൻ്റെ ഉണ്ട് ഫ്രിഡ്ജിലിരിക്കുന്നത്. അപ്പോൾ ഞാൻ പഞ്ചസാര ഇട്ടിട്ട് കാരമൽ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ വേണ്ട, ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാനതൊന്ന് കുറച്ചെടുത്തിട്ട് ഫ്രൈ ചെയ്യാണ് കേട്ടോ. പിന്നെ തത്ത എണീറ്റിട്ടില്ല കേട്ടോ. അവൾ എണീറ്റതായിരുന്നു, പിന്നീട് പോയി കിടന്നതാണ്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഞാൻ പറഞ്ഞ കുറച്ച് അധികം അതിന് നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ട് ഇങ്ങോട്ട് ഉപ്പിട്ട് എടുത്തു കേട്ടോ. രാവിലെ തന്നെ പാട്ട് അവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഡാൻസ് ചെയ്ത് അങ്ങനെ നടക്കുക കേട്ടോ. ഞാൻ മക്കളെ പറയണില്ല, ഞാനും അങ്ങനെ തന്നെയാണ്. കുക്കിംഗ് ചെയ്യുമ്പോൾ പാട്ട് കേൾക്കണം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ. ആ പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ. അപ്പം ഞാൻ ദോശ ഉണ്ടാക്കണോണ്ട് തത്ത ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഓരോ കാര്യങ്ങളിങ്ങനെ പറയുമായിരുന്നു. അവൾ ഹൗസ് വാമിങ്ങും പിന്നെ ഡാൻസ് ക്ലാസ്സൊക്കെ അല്ലേ അമ്മ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് അവൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ക്ലാസ് കാണുമൊന്നുമില്ല, അവിടെ പുറത്തു കൂടെ അങ്ങനെ നടക്കും. അപ്പം എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നു, അമ്മ പിന്നെ ഹൗസ് വാമിങ്ങിന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് വരാനൊക്കെ പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അവൾക്ക് ഇനി കുക്കറിൽ കുറച്ച് പച്ചരിയൊക്കെ എടുത്തിട്ട് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ചിക്കൻ്റെ കുറച്ചും കൂടെ ഉണ്ട്, അതുകൊണ്ട് വറുത്ത് വയ്ക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞ് പോവുകയാണല്ലേ. അപ്പം നമുക്കിങ്ങനെ ഓരോ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിക്കാനുണ്ടാവുക.
അപ്പം എന്തായാലും ഒരു ദിവസത്തെ കുക്കിംഗ് ഡെയിലി നമുക്ക് എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ, നമ്മൾ ആ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ എല്ലാം ഓരോ ദിവസം മാറ്റങ്ങളുണ്ടാവും. പിന്നെ ദോശയൊക്കെ പിന്നെ ചൂടോടെ കഴിക്കണതാണ് ഇഷ്ടം കേട്ടോ. ബാക്കിയൊക്കെ അങ്ങോട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അലക്കലും കുളി അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് മാത്രം വെച്ചാൽ മതി കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്ക് നോക്കിയാൽ മതി. അപ്പോൾ അവൾ എന്നോട് പറയണത് എന്താണെന്നറിയോ, അപ്പോൾ അമ്മ രാവിലെ അതുപോലെ ഹൗസ് വാമിങ് ഉണ്ടായിരുന്നു. അമ്മേൻ്റെ വീട്ടിലാണ്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വലിയൊരിതിലല്ല. എന്താ പറയണ, ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മളെ വീട്ടിലാണ് നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരോ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലതാണെങ്കിൽ നല്ലതാണ്, അതല്ലെങ്കിൽ ഒന്നിട്ട് ഇടഞ്ഞ് തിരിഞ്ഞാൽ പിന്നെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആകെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളത്. കാരണം രണ്ട് കൈയും തമ്മിൽ കൂട്ടിയടിച്ചാലാണ് സൗണ്ട് ഉണ്ടാവുക എന്ന് പറയണത് കേട്ടിട്ടില്ലേ, പഴയ ആൾക്കാർ പറയണത് കേട്ടിട്ടില്ലേ. അതേപോലെ തന്നെ ഒന്ന് പറയണത് കേട്ടിട്ട് മിണ്ടാതിരിക്കുക, അത് മാത്രമേ പറ്റുള്ളൂ. കാരണം തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഓരോ പ്രശ്നങ്ങളാണ് ഓരോ ദിവസം ചെല്ലും തോറും കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മേൻ്റെ വീട്ടിൽ അവിടെ ആരുടെയോ വീട് പിന്നെ കുടിയിരിക്കലൊക്കെയാണ്. അപ്പോൾ അങ്ങോട്ട് ആൾ രാവിലെ പോയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം മോളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ തത്തേനെ വിളിച്ചപ്പോൾ തത്ത ഇല്ല, തത്ത പൊതുവേ എവിടേക്കും പോവാത്ത കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ അവളെ വിളിച്ചതും ചെയ്തു. പിന്നെ ഒരു ദിവസം 2 ദിവസമൊക്കെ ലീവ് ഉണ്ടാകുമ്പോൾ 10ാം ക്ലാസ്സുള്ള കുട്ടികളെ അങ്ങനെ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പറഞ്ഞേക്കാനൊന്നും ഇപ്പോൾ പറ്റുന്ന ഒരു ടൈമല്ല. അവർ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ കുറച്ച് നേരം ഒന്ന് ഇരിക്കുകയും അങ്ങനെയൊക്കെ ഒരു സമയമാണല്ലോ. അപ്പോൾ അവളെന്നോട് പറയാം, അമ്മമ്മ പോയപ്പോൾ അവളെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് എന്താ നീ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാനില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അവൾ എന്തും ഇല്ല എന്ന് പറഞ്ഞാലും അമ്മ വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ ഞാൻ വിട്ടില്ല. പണ്ടേ ഉള്ളൊരു പരിപാടിയാണ്. മക്കളിനിപ്പോൾ അവരെങ്ങോട്ടേലും വിളിച്ചിട്ട് അവരില്ല എന്ന് പറഞ്ഞാലും ആൾ പറയണ പരിപാടിയാണ്. അത് ഞാൻ പറഞ്ഞിട്ടായിരിക്കും പോരാത്തതെന്നുള്ളത് ആദ്യം മുതലേ ഞാൻ കേൾക്കണ ഒരു കാര്യമാണ് അതൊക്കെ. പിന്നെ എല്ലാം പറയണ പോലെ അമ്മയും മക്കളും ഒക്കെ ആണല്ലോ അല്ലേ, എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആവുമല്ലോ അല്ലേ, ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കണത് എന്താണെന്നറിയാം, എപ്പോഴും നമ്മൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് നിൽക്കണേന്ന് അതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ നമ്മൾ എന്താണെന്നറിയോ, അമ്മയാണല്ലോ, ഒറ്റയ്ക്കാണല്ലോ, വേറെ ആരും ഇല്ലല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് ആ ഒരു സിമ്പതിയുടെ പുറത്ത് അങ്ങനെ നമുക്ക് അമ്മമാരും മക്കളൊക്കെ ആണല്ലോ, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു ഉള്ളിൽ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും, പുറമേക്ക് നമ്മൾ എന്തൊക്കെ കാണിച്ചാലും. പക്ഷെ അങ്ങനെ വിചാരിച്ച് നമ്മൾ താഴ്ന്ന് നിൽക്കും തോറും ഓരോ ദിവസം കഴിയും തോറും ഇവരുടെയൊക്കെ സ്വഭാവം എന്ന് പറയുന്നത് പ്രായമായി വരും തോറും അങ്ങനെയുള്ള അങ്ങനെ കൂടുക എന്നുള്ളത് കുറയും തോന്നുന്നില്ല. അപ്പോൾ എന്താ പറയുക, ലൈഫിൽ എവിടെയും ഒരു ഹാപ്പിനെസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആകെയുള്ള ഹാപ്പിനെസ് എന്താണെന്ന് പറയുക, ഒരു സന്തോഷം എന്ന് പറയുക 2 മക്കൾ അവരുടെ അമ്മയാവാൻ പറ്റിയതിലുള്ളൊരു സന്തോഷം മാത്രം. ബാക്കി അങ്ങനെ പോണു. അപ്പോൾ അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾ. പാട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. ഞാൻ അധികം സമയം ഇപ്പോൾ വീട്ടിൽ ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പാട്ടിടും, അതിൻ്റെ കൂടെ ഞാൻ ഡാൻസും ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ ശരിക്കും അതൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ പിന്നെ ഇന്ന് ഞായറാഴ്ച ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് രാവിലെ ഒന്ന് ഓടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള താത്ത രാവിലെ ഓടാൻ പോണതായിരുന്നു കേട്ടോ. അപ്പോൾ താത്താൻ്റെ കൂട്ടെന്ന് പറയണ ആ ചേച്ചി ഇപ്പോൾ ഇവിടെ ഇല്ല, അവർ ഗൾഫിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെയൊക്കെ ഇപ്പോൾ ഈ അടുത്ത് കരടി ഇറങ്ങി പുലി ഇറങ്ങി എന്നും പറഞ്ഞിട്ട് രാവിലെ നടക്കാൻ പോണവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു, പേടിയായിട്ട് എല്ലാവരും നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ള താത്ത എന്നെ വിളിച്ചപ്പോൾ ഞാനും കൂടെ നടക്കാൻ പോയി വന്നിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടോ, എഡിറ്റ് ചെയ്യാൻ വേണ്ടി റൂമിൽ കയറി കിടന്നിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യുമായിരുന്നു. കാരണം ഇന്ന് സൺഡേ അല്ലേന്ന് വിചാരിച്ചിട്ട്. അതല്ലെങ്കിൽ പിന്നെ നടക്കാൻ പോയിട്ട് വന്നാൽ പിന്നെ മക്കൾക്ക് ചോറും അങ്ങനെ ഉണ്ടാക്കണ്ടാണല്ലോ. അപ്പോൾ പിന്നെ കിടക്കാനൊന്നും സമയം കിട്ടുന്നില്ല പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കിടക്കാൻ പോയിട്ട് റൂമിൽ കയറി പോയപ്പോഴത്തേക്കും കുഴങ്ങി തളർന്നു. അങ്ങനെ ഓരോന്നങ്ങനെ പറഞ്ഞങ്ങനെ നടക്കും. നമുക്ക് കേൾക്കുമ്പോൾ എന്താണെന്നറിയോ, എല്ലാവരും നമുക്ക് അമ്മയാണ് കുറ്റം പറയല്ല, പക്ഷേ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഒരഭിപ്രായമുള്ളവരാവില്ല. മക്കളാണെങ്കിലും അമ്മമാരാണെങ്കിലും എല്ലാവർക്കും അഭിപ്രായങ്ങൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ അല്ലേ. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ കൊള്ളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഡയറക്റ്റ് നമ്മളെ നോക്കിയിട്ടൊരു കാര്യം മുഖത്ത് നോക്കി പറയുകയാണെങ്കിൽ അത്ര പ്രശ്നം വരില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കൊള്ളിച്ച് ഇങ്ങനെ പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ട് നിൽക്കാൻ. എല്ലാവരും അങ്ങനെ തന്നെയാണല്ലേ. അഭിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. ആരും നമ്മൾ സ്നേഹത്തിന് മുന്നിൽ മാത്രമേ താന്നു കൊടുക്കുകയുള്ളൂ.
അത് ഞാനാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. ഞാൻ എൻ്റെ മക്കളോട് ദേഷ്യം കാണിച്ചാൽ അതിൻ്റെ ഇരട്ടി ദേഷ്യം അവരെന്നോട് കാണിക്കും. ഞാൻ സ്നേഹം കാണിച്ചാൽ തിരിച്ച് സ്നേഹിക്കും. അങ്ങനെയാണ്, അതെല്ലായിടത്തും അതുപോലെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കണതാണ് നമുക്ക് തിരിച്ച് കിട്ടുക അല്ലേ. ഞാൻ ഇത്രയും പറഞ്ഞത് എന്തോ ഭയങ്കര ഒരു വിഷമം കേട്ടോ, മനസ്സിന് ഭയങ്കര സങ്കടം. അപ്പോൾ നമ്മൾ ആരോടെങ്കിലൊക്കെ ഷെയർ ചെയ്താൽ അത് കുറേ കുറയുമല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ ഫാമിലിയോട് എന്നെ അതൊക്കെ ഷെയർ ചെയ്തത് കേട്ടോ. ദോശ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കഴുകി വെച്ചു. അതും കഴിഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്തതെന്ന് അറിയോ, ഞങ്ങൾക്ക് പോവാനും ഒരുങ്ങിയിരുന്നു. പിന്നെ അപ്പോൾ തത്തേൻ്റെയും ചോദിച്ചു, ഈ പോരുന്നുണ്ടോ ഉച്ചയ്ക്ക്, പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഹൗസ് വാമിങ്ങിന് വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ അല്ലമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ വേഗം കുക്കറിൽ കുറച്ച് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കി, പിന്നെ കുറച്ച് ചിക്കനും കൂടെ എടുത്തിട്ട് അവൾക്ക് ഫ്രൈ ചെയ്ത് വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ അവൾ വരുന്നില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് കഴിക്കുകയാണല്ലോ. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചോറ് ഇപ്പോൾ തന്നെ വെക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി വൈകുന്നേരത്തേക്കുള്ളത് വൈകുന്നേരം തന്നെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ വേഗം ഞാൻ കുക്കറിൽ കുറച്ച് പച്ചരി എടുത്തിട്ട് അങ്ങനെ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു സവോളയുടെ ഒരു പകുതിയും കൂടെ ഒന്ന് വഴറ്റിയിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി അരി കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സിമ്മിലിട്ടിട്ട് 2 വിസിലടുപ്പിച്ചെടുത്തിട്ട് ഞാൻ അങ്ങനെ ഓഫ് ചെയ്ത് വെക്കും. എന്നിട്ട് ആവിയൊക്കെ പോയിട്ട് തുറക്കുമ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ ഒരുപാട് അങ്ങോട്ട് വെന്തുടഞ്ഞ് പോയിട്ടുണ്ടാവില്ല, എന്നാൽ ആ ഒരു കണക്കിന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ റൈസ് കിട്ടും കേട്ടോ. അപ്പോൾ തട്ടിക്കൂട്ട് വേഗം പരിപാടിയാണ്. 11:45 മോൾക്ക് ക്ലാസ് കേട്ടോ. പിന്നെ ഞങ്ങൾ 1 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ക്ലാസ് തീരും. അതൊക്കെ അങ്ങനെ പോവും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതങ്ങോട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചോറും അവിടെ റെഡിയാവും. ഇനി ഒന്ന് പോവാനുള്ള കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി പോവാൻ കേട്ടോ. ഇതങ്ങോട്ട് വെച്ചിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വന്നു, ഹൗസ് വാമിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ തിണ്ണയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നീരമ്മ കുറച്ച് മുട്ട ഉണ്ട് കയ്യിൽ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നീരമ്മയ്ക്ക് വെറ്റില വാങ്ങിക്കാനൊക്കെ ആണെങ്കിൽ വെറ്റില വാങ്ങിക്കാൻ പൈസയ്ക്കാണ് കേട്ടോ നീരമ്മ വരുന്നത്. അമ്മ അമ്മേടെ വീട്ടിൽ അവിടെ ഒരു കുടിയിരിക്കലുണ്ട്. നിങ്ങളെപ്പോഴാണ് എല്ലാരും ഉണ്ടല്ലോ. അങ്ങനെ പോയി. എത്ര മുട്ടാണ്? 2, 4, 6, 8, 10 മുട്ട. 80 രൂപ. മുട്ട കൊണ്ടുവരാം. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം പള്ളി പെരുന്നാൾ നടന്നിരുന്നു നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കുരിശ് പള്ളിയിൽ കേട്ടോ. അപ്പോൾ അവിടുന്ന് പടക്കം പൊട്ടുന്നതൊക്കെയാണ് എടുത്തത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.